ബിസിനസ്സിൽ മത്സരം തന്നെയാണ്. അപ്പോൾ ഇവിടെ മത്സരങ്ങൾ എല്ലാ കാലത്തുണ്ട്. പക്ഷേ ചില സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് മത്സരം കടുത്ത ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷനായി മാറും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് എന്താണ് നമ്മൾ വിൽക്കുന്നത്. പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ യുനീക്കായിട്ടുള്ള ഒരു അനന്യത. ഇതുപോലെ തന്നെ സർവീസ്, അത് സേവനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മറ്റുള്ള സേവനത്തിൽ നിന്ന് എന്തൊക്കെ വ്യതിരിക്തത വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കസ്റ്റമറാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് വൈകാരികമായി അടുപ്പമുണ്ടാക്കാം, ഒരു എമോഷണൽ ബോണ്ട് ഉണ്ടാക്കാം, അവരെ നേരിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ, അട്രാക്റ്റ് ചെയ്യാൻ, നമ്മളിലേക്ക് ഹുക്ക് ചെയ്യാൻ, നമ്മളിലേക്ക് എപ്പോഴും റിട്ടൻഷൻ നിരന്തരമായി പിടികൂടി അവരെ കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ, അവയർനെസ് ആണോ, ഇനി അതല്ല കോളാണോ. സംരംഭത്തിൽ മത്സരം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണല്ലോ, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കോമ്പറ്റീഷനെ മറികടക്കാനായിട്ട് പല സമയത്തും സംരംഭകൻ പാടുപെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി ടൈറ്റ് ആൻഡ് ടഫായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനുള്ള പോംവഴികളിലേക്കൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു മത്സരമാണ്. എല്ലാവരോടും മത്സരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ സംരംഭത്തിലെ മത്സരത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൽ മത്സരം തന്നെയാണ്. അപ്പോൾ ഇവിടെ മത്സരങ്ങൾ എല്ലാ കാലത്തുണ്ട്. പക്ഷേ ചില സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് മത്സരം കടുത്ത ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷനായി മാറും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് എന്താണ് നമ്മൾ വിൽക്കുന്നത്. പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ യുനീക്കായിട്ടുള്ള ഒരു അനന്യത, മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു അവതരണം, അല്ലെങ്കിൽ ഒരു ആകർഷണം, അല്ലെങ്കിൽ കസ്റ്റമറുടെ മനസ്സ് പിടിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളടക്കം. ഇതുപോലെ തന്നെ സർവീസ്, അത് സേവനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മറ്റുള്ള സേവനത്തിൽ നിന്ന് എന്തൊക്കെ വ്യതിരിക്തത വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോൾ ഇപ്പോൾ ടൊയോട്ട വലിയ വലിയ കമ്പനികൾ ഒരേ ടൗൺഷിപ്പിൽ തന്നെ ഒന്നിലധികം ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിൽ മത്സരിക്കേണ്ടി വരും ഒരേ പ്രോഡക്റ്റായിട്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സർവീസിലായിരിക്കും അനന്യത കൊണ്ടുവരാൻ പറ്റുക, യുണീക്ക്നെസ് കൊണ്ടുവരാൻ പറ്റുക. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീക്ക്നെസ്സിനെ നമ്മൾ പരിഹരിച്ചാൽ മതിയല്ലോ. അതെ. ഒന്ന്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയാനും അത് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ഖേദമാണ്. ആ വീക്ക്നെസ് നമ്മൾ പരിഹരിച്ചു പോകുമ്പോൾ നമ്മൾ ഡബിൾ സ്ട്രെങ്തായി. നേരത്തെ മറ്റേ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീക്ക്നെസ്സും പരിഹരിച്ചു, നമ്മളെ വീക്ക്നെസ്സും നമ്മൾ പരിഹരിച്ചു. ഇരട്ട ലാഭത്തിലേക്ക്, അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് ഡബിളായ എഫക്റ്റാണ് ഉണ്ടാവുക. പക്ഷേ കൂടുതൽ സമയവും മറ്റുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് പല ബിസിനസ്സുകാരും ഉണ്ടാവുന്നത്. സ്വന്തം സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഉള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന ഒരു നമ്മളെ പ്രൊഡക്റ്റിനെയും നമ്മുടെ കമ്പനീനെയും നമ്മുടെ സർവീസിനെയും ഒക്കെ നമ്മൾ തന്നെ വിലയിരുത്തുക, അല്ലെങ്കിൽ എക്സ്പെർട്ട് അഡ്വൈസ് തേടിയിട്ട് മറ്റൊരു എക്സ്റ്റേണൽ ഏജൻസിന്റെ സഹായം തേടുക. ഓക്കെ, സ്വന്തമായി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണമല്ലോ. അതാണല്ലോ ഇവരെ മുന്നോട്ട് എത്തിക്കുന്നത്. ഈ കോമ്പറ്റീഷനെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളായി ഇപ്പോൾ പറഞ്ഞ യുണീക്ക്നെസ് ഓഫ് പ്രൊഡക്റ്റ്, യുണീക്ക്നെസ് ഓഫ് സർവീസ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീക്ക്നെസ്, നമ്മുടെ സെൽഫ് വീക്ക്നെസ്, വളരെ പ്രധാനമാണത്. പിന്നെ പലപ്പോഴും ഈ കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്തെ ഈ സംരംഭകൻ സാധാരണയുള്ള ഒരു പേസിൽ പോകുന്നത് അത് അത്ര ഉചിതാവും തോന്നുന്നില്ലല്ലോ. ഇല്ല, കാരണം യുദ്ധസമയത്ത് സമാധാന സമയം എന്ന് പറയുന്ന പോലെയാണിത്. യുദ്ധസമയത്ത് നമ്മളൊരു രാഷ്ട്രം ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുക അല്ലേ? അത് പ്രത്യേകമായ മിലിറ്ററി ആക്ഷൻ നമ്മൾ പറയാം. മിലിറ്ററി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നടപടിയാണല്ലോ. അപ്പോൾ അത് സമാധാന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം, അദ്ദേഹത്തിൻ്റെ സമയം, അതുപോലെ തന്നെ ടീമിൻ്റെ സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ സമയം മതിയാവില്ല. അതുപോലെ കൂടുതൽ എഫേർട്ട്, എനർജി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നിക്ഷേപിക്കേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ പുതിയ പാഠങ്ങളും പഠനങ്ങളും പരിശീലനങ്ങളും ഇത് അഭ്യസിക്കേണ്ടി വരും. അത് മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്ത് അതിനെ നമ്മളെന്താ ചെയ്യുക, അതിനെ ശരിക്കും ഫൈൻ ട്യൂൺ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തലത്തിലേക്ക്, ആക്ഷൻ ആവുന്ന തലത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ എടുത്ത് ചാടേണ്ടി വരും. സമയമില്ലല്ലോ, ഒരു ഡിലേ ആക്കാനുള്ള സമയമല്ല, ഒന്നുമില്ല. ടൈമാണ് ഇത്ര പ്രഷ്യസ് ആയിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ ഏറ്റവും വൈസായിട്ട് ആക്ട് ചെയ്യാന്നുള്ളത് ഒന്ന് ടീമിനെ സുസജ്ജാക്കണം,
അവർക്ക് നിരന്തര പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം, അവർക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ, പേഴ്സണൽ ചാലഞ്ച്, അതുപോലെ പ്രൊഫഷണൽ ചാലഞ്ച്, അവരുടെ ഫാമിലി ചാലഞ്ച്, ഫിനാൻഷ്യൽ ചാലഞ്ച്, ഇതിനെ അറിഞ്ഞുകൊണ്ട് വളരെ ജാഗരൂകമായിട്ട് അവരെ എപ്പോഴും കോർത്തിണക്കി കൊണ്ടുപോയി സുസജ്ജമാക്കണം. അതുപോലെ തന്നെ ഇയാളും ഒരുപാട് പുതിയ പാഠങ്ങളും പഠനങ്ങളും അതുപോലെ തന്നെ പരിശീലനങ്ങളിലും ഇയാളും പോകണ്ടേ? അതെ, സംരംഭകൻ സ്വന്തമായിട്ടും അതായത് എന്താണ് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ആ ടീമിനെ സുസജ്ജമാക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ. പിന്നെ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമറാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് വൈകാരികമായി അടുപ്പമുണ്ടാക്കാം, ഒരു എമോഷണൽ ബോണ്ട് ഉണ്ടാക്കാം, അവരെ നേരിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ, അട്രാക്റ്റ് ചെയ്യാൻ, നമ്മളിലേക്ക് ഹുക്ക് ചെയ്യാൻ, നമ്മളിലേക്ക് എപ്പോഴും റിട്ടൻഷൻ നിരന്തരമായി പിടികൂടി അവരെ കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ, അവയർനെസ് ആണോ, ഇനി അതല്ല കോളാണോ, ഇനി അവരുമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എടുക്കലാണോ, അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായ റിവാർഡുകൾ പോലെയുള്ള ഗിഫ്റ്റ് പോലെയുള്ള പ്രത്യേക സമയോചിതമായ ഡിസ്കൗണ്ട് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലേക്ക് അട്രാക്ട് ചെയ്ത് എത്തിക്കാനുള്ള വഴികളും അതിനുള്ള വഴികളും തേടാം. അതെ, പക്ഷേ പലപ്പോഴും ഒബ്സർവ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അതിൽ ഓൺട്രപ്രണറും അതുപോലെ തന്നെ ആ സംരംഭവും വളരെ ശ്രദ്ധിച്ചായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ബ്രാൻഡുകൾ പോലും നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ പലപ്പോഴും ഒബ്സർവ് ചെയ്യുമ്പോൾ വലിയ ഹോർഡിങ്ങും വലിയ പരസ്യങ്ങളും വലിയ സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ച് അംബാസിഡറൊക്കെ വെച്ച് ബ്രാൻഡ് അംബാസിഡറൊക്കെ വെച്ച് ചെയ്യുന്ന ബ്രാൻഡുകൾ പോലും അവരുടെ ഫ്ലോറിൽ എത്തുമ്പം ഈ കസ്റ്റമറോടുള്ള ബിഹേവിയറിലോ ഈ കസ്റ്റമറോടുള്ള ആറ്റിറ്റ്യൂഡിലോ ഈ കോമ്പറ്റീഷനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് കാണാൻ പലപ്പോഴും മടുപ്പിക്കുന്നുണ്ട്. ഈ മടുപ്പ് തമ്മിൽ ഭേദം തൊമ്മനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഗതികേട് നമ്മുടെ നാട്ടിലും നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഫെയിലിയർ തന്നെയാണ്. കാരണം മിസ്മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നില്ല, സമയോചിതമായി അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ മേലോട്ടേക്ക് ഉയർത്താൻ, സ്റ്റെപ്പപ്പ് ചെയ്യാനുള്ള ഒരു സ്കെയിലപ്പ് ആക്ഷൻസും അവിടെ നടക്കാതെ പോകുമ്പോഴാണ് ഈ മുരടിപ്പ്. അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആ സ്റ്റാഫിനെ കൂടുതലായിട്ട് അവരെ പ്രചോദിപ്പിക്കാൻ, അവരെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു സെയിൽസിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുന്നിടത്തോ അല്ലെങ്കിൽ അവിടെ മൊത്തമായിട്ടൊരു ചടുലത അങ്ങനെ ഉണ്ടാവില്ല, ഒരു വൈബ്രന്റ് വൈബ് സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് മിക്കവാറും ട്രെയിനിങ്ങിന്റെ അപര്യാപ്തത കൊണ്ട് ആവാനും ചാൻസ് ഉണ്ട്. ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് നോക്കണം, പിന്നെ അവരുമായിട്ട് ഇമോഷണൽ ബോണ്ട് ഉണ്ടോ നോക്കണം, ഒരു പോസിറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ നോക്കണം, ഇവർ തമ്മിൽ ടീം സിങ്ക് ആണോ, ഒരു സിനർജി ആണോ, അതല്ല ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ രാജാപ്രഭുക്കളെ പോലെ ഓരോ നാട്ടുരാജ്യങ്ങളാണോ സംവിധാനത്തിൽ. ഇതൊക്കെ പ്രധാനങ്ങൾ തന്നെ. അതെ, സിനർജി എന്ന് പറഞ്ഞല്ലോ, അതായത് ടീം സിനർജി, അത് 1+1=many എന്ന് പറയല്ലോ. അതെ, അങ്ങനെയുള്ള ഒരു കോഡിലേക്ക്, അങ്ങനെയുള്ള വൈബിലേക്കും പോകണം. അതിന് സംരംഭകൻ തന്നെ ഇതിനെ കൂട്ടിയിണക്കി ഒരുമിപ്പിക്കുന്ന ഒരു മനസ്സ് അയാൾക്ക് വേണമല്ലോ. അയാൾ തന്നെ അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിനെ വിഭജിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ ആണോ നടത്തുന്നത് എങ്കിൽ കാര്യം പോയില്ലേ. അതെ, സംരംഭകന്റെ മനസ്സ് തന്നെയാണ് പ്രധാനം അല്ലേ? സംരംഭകന്റെ ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പം ഇവിടെ ഒരുപാട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ടൈറ്റ് കോമ്പറ്റീഷൻ കുറയും. മാർജിൻ കുറയുമ്പോൾ ലോ പ്രോഫിറ്റ് എടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മോഡറേറ്റ് പ്രോഫിറ്റ്. ഹൈ പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. വോളിയം ബിസിനസ്സിൽ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുക, കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, കൂടുതൽ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് അതിനെ നമ്മൾ പ്രോസ്പെക്റ്റും നമ്മുടെ കസ്റ്റമറും ആക്കി എന്നും ക്ലയൻ്റാക്കി മാറ്റാനുള്ള സ്ഥിരമായ സംവിധാനങ്ങളിലേക്ക് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കണ്ടിന്യൂസ് ഫോളോ അപ്പും ലീഡ്സ് കിട്ടുന്ന ക്ലയൻസിനൊക്കെ കൃത്യമായിട്ട് നിലനിർത്താൻ പറ്റും. തീർച്ചയായിട്ടും അവരുമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. അതെ. പിന്നെ മാർക്കറ്റ് നമുക്കിപ്പം പറയാം, ഇപ്പൊ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരുപാട് ഈ പറയുന്ന കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. നമ്മുടെ തട്ടകത്തിൽ നിന്ന് അടുത്ത തട്ടകങ്ങളിലേക്ക്, അടുത്ത തലങ്ങളിലേക്ക്, അടുത്ത ജിയോഗ്രഫിക് ഏരിയകളിലേക്ക് ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, വിപുലപ്പെടുത്താം എന്ന നിതാന്ത ജാഗ്രതയായ നിരന്തരമായ ചിന്തയും
അതിനുള്ള നടപടികൾ ഇയാളുടെ ഭാഗത്തുനിന്ന് സംരംഭത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതെ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അല്ല, നമുക്കറിയാം ഇപ്പം GCC പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. തീർച്ചയായും. അപ്പം അവരുടെ കംഫർട്ട് സോണിൽ തന്നെ ആയിരിക്കില്ല പലപ്പോഴും നിൽക്കുക. ഇപ്പം പല രാജ്യങ്ങളും നമ്മളിപ്പോൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്കറിയാം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവർക്ക് ആ ഒരു കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളും കാരണങ്ങളൊക്കെ വളരെ അവർക്ക് പ്രയോഗിച്ച് നോക്കി ഒരു കാലാകാലങ്ങളിൽ അതിനുള്ള റിസൾട്ട് വന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഈ ഒരു ചെറിയ എപ്പിസോഡിൽ നമുക്കതെല്ലാം കൂടെ ഇവിടെ വിവരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മറ്റൊരിക്കലാവാം. തീർച്ചയായിട്ടും ഇത് നമ്മൾ പിന്നെ ഇപ്പം ക്ലയൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ഏരിയയിലും നമ്മളെ ബന്ധപ്പെടുന്ന ക്ലയൻസിന് നമ്മളെ പിന്നെ കൺസൾട്ടിങ് ആയിട്ടും മെൻറ്ററിങ് ആയിട്ടൊക്കെ കോച്ചിങ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അതിൻ്റെ റിസൾട്ടും അതിൻ്റെതായ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട റവന്യൂ അതുപോലെ തന്നെ അവർക്ക് മുന്നേറ്റവും സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതെ. പിന്നെ നമ്മളിപ്പം ഈ കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന സമയത്തെ നമുക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലസ് അല്ലേ, പ്ലസ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ, ഒരു ഓവർ ഡെലിവർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇങ്ങോട്ടേക്ക് തരുന്ന പണത്തിന് മുന്നേ അതിൻ്റെ തൊട്ട് മീതെ എന്തെങ്കിലുമൊക്കെ അധികമായി കൊടുക്കാൻ, കസ്റ്റമറിനെ സന്തോഷിപ്പിക്കാൻ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്താൽ, ആ കമ്പനി സെറ്റ് ചെയ്താലേ അത് കൂടുതലായിട്ട് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അതൊരു ഫീലാണ് ഓവർ ഡെലിവർ. നമ്മൾ വാങ്ങുന്നതിനപ്പുറം കുറച്ച് പ്ലസ് കൊടുക്കുക. അതായത് കസ്റ്റമർ പ്രതീക്ഷിക്കാത്തത് എന്തോ അവർക്ക് കൊടുക്കുക, അവർക്ക് ഫീൽ ചെയ്യണം. അത് വല്ലാത്തൊരു ഫീലാണല്ലോ. ആ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സർവീസ് ആയിട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാൻ ഓരോ കമ്പനി മത്സരിക്കേണ്ട ഒരു സമയം കൂടാണിത്. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ്, അതായത് കോമ്പറ്റീഷൻ എന്ന ഭയം നമുക്ക് പിന്നെ അതൊരു ഫിയർ നമ്മുടെ മനസ്സിലാണ്. അതിൻ്റെ ആക്ഷനാണ് നമുക്ക് വേണ്ടത്. അതെ. നമ്മളെ സെൽഫും നമ്മളുടെ സംരംഭം, നമ്മളുടെ ടീം ഇതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതിനൊക്കെ ഒന്ന് വളരെയധികം റിഫൈൻ ചെയ്ത് പോയാൽ തന്നെ കോമ്പറ്റീഷനെ വളരെ ഈസി ആയിട്ട് ഒരു ക്വിക്ക് ആക്ഷനാണ് ഇപ്പോൾ വേണ്ടത്. ഒരു മിലിറ്ററി ആക്ഷനാണ് ഈ സമയത്ത് വേണ്ടത്. ഒരു ഉറക്കം തൂങ്ങൽ അല്ലെങ്കിൽ ആലസ്യം എന്ന് പറയുന്ന സാധാരണ സംവിധാനത്തിൽ പോകാൻ പറ്റില്ല. ഓക്കെ.